ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. അതിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് ഇപ്പോൾ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞ പാട്ടിൽ എത്തിയേക്കാണ്. ഓക്കെ, സൗണ്ടിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? സ്മൂത്ത് ആയിട്ടുള്ള സർഫസുകൾ എന്താണ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് സൗണ്ടിനെ റിഫ്ലക്ട് ചെയ്യും. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, റഫ് സർഫസുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസുകൾ എന്ത് ചെയ്യും? സൗണ്ടിനെ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ റിഫ്ലക്റ്റഡ് സൗണ്ടുകളെ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ ആ റൂമിന്റെ ഒരു എക്സാമ്പിൾ നോക്ക്. അവിടെ ഒരാൾ നിന്നിട്ട് അതിലൊരൊറ്റ ഫർണിച്ചർ പോലും ഇല്ല, അല്ലെ? ഭയങ്കര എംപ്റ്റി ആയിട്ടുള്ള കാര്യമായിട്ടുള്ള ഒരു റൂമാണ്. അപ്പൊ ആൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? ആളുടെ സൗണ്ട് പല സ്ഥലങ്ങളിൽ പോയി തട്ടി, പല സ്മൂത്ത് സർഫസുകളായിട്ടുള്ള വോളുകളിൽ പോയി തട്ടിയിട്ട് അത് മൾട്ടിപ്പിൾ ആയിട്ട് റിഫ്ലക്ട് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അതെന്താ അപ്പത്തൊരു മുഴക്കം പോലെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടോണ്ടിരിക്കും. അതിനെയാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. ഇനി എക്കോ എന്ന് പറയുന്നത് എന്താണ്? എക്കോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആ സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് നമ്മൾ കേൾക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്കോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അഗെയിൻ ആൻഡ് ദിസ് ഈസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. And what is echo? Echo is the sound heard after a while due to the reflection of initial sound. നമ്മൾ ആദ്യം പുറപ്പെടുവിച്ചിട്ടുള്ള ഇനീഷ്യൽ സൗണ്ടിനെ തന്നെ റിഫ്ലക്ട് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കേൾക്കുന്ന ഒരു പ്രോസസ്സാണ് എക്കോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഓഡിറ്ററി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മളൊരു സൗണ്ട് കേൾക്കുന്നത് എത്ര നേരം നമ്മുടെ ചെവിയിൽ നിൽക്കും? ഒരു 1/10 ഓഫ് എ സെക്കൻഡ്. ഒരു സെക്കൻഡിന്റെ 1/10 പാർട്ട് എവിടെ? നമ്മുടെ ചെവിയിൽ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പെർസിസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഓഡിറ്ററി എക്സ്പീരിയൻസ് അവിടെ നിലകൊള്ളും. ഇതിന്റെ ഇടയിൽ നമ്മൾ വേറൊരു സൗണ്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നത് എന്താണ്? ആ ഒരു സൗണ്ട് കേട്ട് 1/10 സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു സൗണ്ടും കൂടെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് തോന്നുന്നത് ഈ രണ്ട് സൗണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മുടെ ചെവിയിലേക്ക് വന്നേന്നാണ്. എന്ന് വെച്ചാൽ നമുക്കത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ആദ്യം എപ്പോ ആര് വന്നു, ഏത് വന്നു എന്നുള്ള ഡിസ്റ്റിങ്വിഷൻ നമുക്ക് പറ്റില്ല. ഒരെണ്ണം കേട്ടോണ്ടിരിക്കണതിന്റെ ഇടയിൽ തന്നെ മറ്റൊരെണ്ണം കൂടെ വന്നാൽ ഈ രണ്ട് സൗണ്ടും ഒരുമിച്ചാണ് നമുക്ക് കേട്ടേന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സൗണ്ട് ഒരു 1/10 സെക്കൻഡ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന, ആ കേട്ടു എന്ന എക്സ്പീരിയൻസ് ഈ 1/10 സെക്കൻഡ് പെർസിസ്റ്റ് ചെയ്യുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണത്? 1/10 സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി ഫോർ ദ എക്കോ ടു ബി ഹേർഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 17.5 മീറ്റർ അവേ. ഒരു എക്കോ കേൾക്കണമെങ്കിൽ ആ സൗണ്ട് പോയിട്ട് തട്ടുന്ന ഒരു സർഫസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് അത് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരണ്ടേ? ആ തട്ടുന്ന സർഫസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? മിനിമം 17.5 മീറ്റർ എങ്കിലും അകലെയായിരിക്കണം. ഇപ്പൊ ഇവിടെ ഒരാൾ നിൽക്കാണ്. ഓക്കെ, ഇയാൾ ഒരു സൗണ്ട് ഉണ്ടാക്കി. ഈ സൗണ്ട് ഒരു 17.5 മീറ്റർ എങ്കിലും അകലെയുള്ള ഒരു സർഫസിൽ, മിനിമം അത്രയും ഡിസ്റ്റൻസ് എങ്കിലും അകലെയുള്ള ഒരു സർഫസിൽ പോയി തട്ടിയിട്ട് വേണം എന്ത് വരാൻ? തിരിച്ചു വന്നാലാണ് എക്കോ എന്നുള്ളൊരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇഫ് ദ ഡിസ്റ്റൻസ് ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇസ് മോർ ദാൻ 17.5 മീറ്റർ, എന്നാൽ ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇരിക്കുന്നത് 17.5 മീറ്ററിനും അകലെയാണെങ്കിൽ ദ സെയിം സൗണ്ട് ക്യാൻ ബി ഹേർഡ് ആൻഡ് ഡിസ്റ്റിങ്വിഷ്ഡ് അഗെയിൻ. വീണ്ടും നമുക്ക് ആ ശബ്ദം കേൾക്കാനും അത് തിരിച്ചറിയാനും കഴിയും. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ എക്കോ ഓഫ് എ ഫയർ ക്രാക്കർ ഈസ് ഹേർഡ് ആഫ്റ്റർ 1 സെക്കൻഡ് ബൈ ദ പേഴ്സൺ ഹു ബേസ്റ്റ് ഇറ്റ്. ഒരാളൊരു പടക്കം പൊട്ടിക്കുകയാണ്. കതിന നമ്മൾ പറയുമല്ലോ, നമ്മുടെ ഉത്സവങ്ങൾക്കും അല്ലാത്തതിനൊക്കെ പൊട്ടുന്ന കതിന. അപ്പൊ ഈ കതിനയുടെ ശബ്ദം ഒരു സെക്കൻഡിന് ശേഷം ഒരാള് പൊട്ടിച്ച ആള് കേൾക്കാണ്. ഹൗ ഫാർ ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഫ്രം ദ പേഴ്സൺ ഹിയറിംഗ് ദ എക്കോ? അപ്പോ എത്ര അകലെയാണ് ആ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്നാണ് ചോദിക്കുന്നത്. ടൈം തന്നിട്ടുണ്ട് 1 സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ സ്പീഡ് തന്നിട്ടുണ്ട് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? ഇവിടെ ആ കതിന ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ കതിനയും അത് തട്ടിയിട്ടുള്ള സംഭവം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇമാജിൻ ഈ ഡിസ്റ്റൻസിന് നമ്മൾ ഡി ആയിട്ട് എടുത്തു. സൗണ്ട് നമ്മൾ എക്കോ നമ്മൾ എപ്പോഴാണ് കേൾക്കുക? ഇങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ. അപ്പൊ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടത്തെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? സൗണ്ട് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, അപ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് പോകുമ്പോൾ ഡി, തിരിച്ചിങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു ഡി, അപ്പൊ D+D 2D ആണ് നമ്മൾ സൗണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്.
അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു, ഞാൻ അതിനെ മോഡിഫൈ ചെയ്ത് എന്ത് എഴുതി, VD 2D/t എന്ന് എഴുതി. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ 2D അവിടെ നിർത്തി ടീനെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോയി, ഈ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ V × T ഈസ് ഈക്വൽ ടു 2D എന്ന് കിട്ടി. ഓക്കെ, അതിൽ നമുക്ക് D ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ D ഈസ് ഈക്വൽ ടു 2നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി, ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ 2, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. അപ്പൊ V × T ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. V എന്ന് പറയുന്നത് എത്രയാണ്, 350. അപ്പൊ 350 × 1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 175 മീറ്റർ. ആൻസർ അവിടെ ഉണ്ട്. ഞാൻ ഈ ഇക്വേഷൻസ് ഒക്കെ വന്ന സ്റ്റെപ്പ് കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പൊ റിഫ്ലക്റ്റിംഗ് സർഫസ് ഒരു 175 മീറ്റർ എങ്കിലും അകലെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ D കണ്ടുപിടിച്ചു. ഇനി വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ ദ എക്കോ ഇൻ വാട്ടർ? എക്കോ കേൾക്കാനായിട്ട് എത്ര ഡിസ്റ്റൻസ് വേണം വെള്ളത്തിൽ? ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, എത്രയാണ്, വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 1480 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത്. മിനിമം ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് D ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു എക്കോ കേൾക്കണമെങ്കിൽ ഉള്ള ഒരു മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സൗണ്ടിന്റെ ഒരു എന്താ പറയാ ഒരു റൂള് പോലെയാണ്. മിനിമം ടൈം എന്ന് പറയുന്നത് 0.1 സെക്കൻഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്താ 0.1 സെക്കൻഡ് ടൈം ഇവിടെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണ്. നമ്മളുടെ സൗണ്ടിന്റെ എക്കോന്റെ സൗണ്ടിന്റെ സമയത്ത് നമ്മൾ എങ്ങനെ എടുക്കേണ്ട ഡിസ്റ്റൻസ് 2D എന്ന് എടുക്കണം അല്ലെ. അപ്പൊ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ വരിക, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇപ്പൊ 2D ഡിവൈഡഡ് ബൈ ടൈം ആണ്. അതിൽ 2D ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പൊ എന്താ പറയുക, ഇവിടെ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ വെലോസിറ്റി തന്നേക്കുന്നത് 1480 ടൈം 0.1 സെക്കൻഡ് എടുത്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 148 മീറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും അല്ലെ. ഇനി D ഈസ് ഈക്വൽ ടു എന്താ, ഈ 148 ഡിവൈഡഡ് ബൈ 2നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് 74 മീറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. 74 മീറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റെവർബറേഷൻ എന്താന്ന് പറയുന്നത്. റെവർബറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ലിംഗറിംഗ് ഓഫ് സൗണ്ട് ഈവൻ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ഹാസ് സീസ്ഡ്. ഒറിജിനൽ സൗണ്ട് നിന്നു, പക്ഷേ ആ സൗണ്ടിന്റെ ഇഫക്റ്റ് ഇവിടെ ഇങ്ങനെ നിലകൊള്ളാണ്. അതിങ്ങനെ ഇവിടെ തന്നെ നമുക്ക് അതിന്റെ ഭാഗങ്ങൾ കേൾക്കാം. ഒറിജിനൽ സോഴ്സിൽ നിന്ന് സൗണ്ട് വരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടും സൗണ്ടിന് നമ്മൾ പിന്നെയും പിന്നെയും കേട്ടോണ്ടിരിക്കുക, അതിന്റെ ഒരു മുഴക്കം അങ്ങനെ കേട്ടോണ്ടിരിക്കുക. അതിനെയാണ് റെവർബറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. സൗണ്ട് പലതവണയായിട്ട് അത് റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ റെവർബറേഷൻ എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. ഓക്കെ, നമുക്ക് ഈ ലോകത്ത് ഉണ്ടാവുന്ന എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ദ ആൻസർ ഈസ് നോ. ഇല്ല, എല്ലാ സൗണ്ടും കേൾക്കാൻ പറ്റുന്നില്ല. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സൗണ്ട് മാത്രമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ, വി ഹ്യൂമൻസ്. ഓക്കെ, ഏതാണ് ആ പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി? 20 Hz to 20,000 Hz. 20 Hz തൊട്ടിട്ട് 20,000 Hz വരെയുള്ള സൗണ്ടുകൾ മാത്രമാണ് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇനി പല കാറ്റഗറി ഓഫ് ആൾക്കാരുടെ, ഇപ്പൊ ഡോഗ്സിന് കേൾക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ സീസ്മിക് വേവ്സ്. ഓക്കെ, പീജിയൻസിന്, മോത്തുകൾക്ക്, എലിഫന്റ്സിന്, ബാറ്റ്സിന്, കാറ്റ്സിന് എല്ലാം നിങ്ങൾക്ക് കാണാം പല പല റേഞ്ചാണ് അല്ലേ. ആ ഫ്രീക്വൻസി റേഞ്ച് ഇസ് വെരി ഡിഫറെന്റ്. ഇവിടെ നമുക്ക് ഈ 20 Hz താഴെയുള്ള സൗണ്ടുകളെ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും 20,000 Hz മുകളിലുള്ള സൗണ്ടുകളെ അൾട്രാസോണിക് സൗണ്ടുകൾ എന്നും പറയുന്നു. അപ്പൊ മനുഷ്യർക്ക് ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ട് 20 Hz to 20,000 Hz ആണ്. 20 Hz താഴെയുള്ള സൗണ്ടുകളെ നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും 20,000 Hz മുകളിലുള്ള സൗണ്ടുകളെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്നും പറയും. ഇപ്പൊ നോക്ക്, ഡോഗ്സിന് അൾട്രാസോണിക് സൗണ്ട് ഓഡിബിൾ ആണ്, പക്ഷെ മനുഷ്യന്മാർക്കല്ല. സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീസ്മിക് വേവ്സ് ഇൻഫ്രാസോണിക് കാറ്റഗറിയിലാണ് പെടുന്നത്. നമ്മുടെ ഭൂമികൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള സൗണ്ടാണ് ഈ സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. ഇനി പീജിയൻസിന് കേൾക്കാൻ പറ്റും നോക്ക്, ഹ്യൂമന്റെ റേഞ്ചിലും കേൾക്കാം, ഇൻഫ്രാസോണിക്കിലും കേൾക്കാം. മോത്തിനും അൾട്രാസോണിക്കിലും കേൾക്കാം, ഹ്യൂമൻ റേഞ്ചിലും കേൾക്കാം. അങ്ങനെ ഓരോന്നിന്റെയും കാറ്റഗറി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഇനി ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഗാൽട്ടൺ വിസിൽ. ഈ ഡോഗ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വിസലിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് 30,000 Hz ആണ്. ഹ്യൂമൻ ഇയേഴ്സിന് കേൾക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള അൾട്രാസോണിക് ഏരിയയിൽ വരുന്ന 30,000 Hz ആണ് ആർക്ക് കേൾക്കാൻ പറ്റുന്ന, ഈ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ഗാൽട്ടൺ വിസലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ 20 Hz താഴെയുള്ളത് ഇൻഫ്രാസോണിക്കും 20,000 മുകളിലുള്ളത് അൾട്രാസോണിക്കും ആണ്.
ഇനി മെഡിക്കൽ ഫീൽഡിൽ ഈ അൾട്രാസോണിക് സൗണ്ടുകൾ ഒരുപാട് ട്രീറ്റ്മെന്റിനും അതുപോലെ തന്നെ രോഗങ്ങൾ നിർണ്ണയിക്കാനും യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അസുഖങ്ങളെ ഡിറ്റർമൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റിനും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കിഡ്നി സ്റ്റോൺസിനെ ക്രഷ് ചെയ്യാനായിട്ട്, പൊടിക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യും. ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്റേണൽ ഓർഗൻസ് ലൈക്ക് കിഡ്നി, ലിവർ, ഗോൾ ബ്ലാഡർ, യൂട്രസ്, ഇതിന്റെയൊക്കെ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യും. ഈ അൾട്രാസോണിക് വേവ്സ് നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസിലൂടെ ഒക്കെ സ്ട്രൈക്ക് ചെയ്തിട്ട് അത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അത് എന്താ പറയുക, റിഫ്ലക്ട് അറ്റ് ഏരിയാസ് ഓഫ് വേരിയിങ് ഡെൻസിറ്റി ഇൻ ദ ടിഷ്യൂസ്. ഡെൻസിറ്റി വേരിയേഷൻ അനുസരിച്ച് അത് എന്ത് ചെയ്യും? അത് റിഫ്ലക്ട് ചെയ്യും. ഇതിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഓർഗന്റെ ഇമേജ് നമ്മൾ ഫോം ചെയ്യാണ് ചെയ്യണത്. ഇതിനെയാണ് അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സോണോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ അൾട്രാസോണിക് വേവ്സ് ബോഡി ടിഷ്യൂയിലൂടെ ട്രാവൽ ചെയ്ത് അതൊരു സർഫസിൽ സ്ട്രൈക്ക് ചെയ്ത് തിരിച്ചു വന്നിട്ട് ആ സിഗ്നൽസിനെ നമ്മൾ ആ വേവ്സിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മൾക്ക് ഒരു ഓർഗന്റെ ഇമേജ് തരുന്നത്. ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത്. ഇനി സ്പൈറൽ ട്യൂബ്സ് ക്ലീൻ ചെയ്യാനായിട്ട്, അതുപോലെ ഇറഗുലർ ആയിട്ടുള്ള മെഷീൻ പാർട്സ് ക്ലീൻ ചെയ്യാൻ, ഇലക്ട്രോണിക് കമ്പോണൻസ് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സോണാർ എന്ന് പറയുന്നത്, സോണാർ എന്തിനാണ്? അണ്ടർ വാട്ടർ ഡിസ്റ്റൻസ്, അടിത്തട്ടിലെ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ആ അളവ് മെഷർ ചെയ്യാനായിട്ട്, ആ ദൂരം മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സോണാർ എന്ന് പറയുന്നത്. സോണാറിലും യൂസ് ചെയ്യുന്നത് ആരെ തന്നെയാണ്? ഈ അൾട്രാസോണിക് വേവ്സിനെ തന്നെയാണ്. അപ്പൊ അൾട്രാസോണിക് വേവ്സിന്റെ യൂസസ് ആണ് ഇവിടെ പറഞ്ഞത് മുഴുവനും. എന്തായാലും ഇതൊക്കെ ഓർത്ത് വെക്കണം, എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന്. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. അൾട്രാസോണോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് ആണ്. പിന്നെ കമ്പോണൻസ് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അണ്ടർ വാട്ടർ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന സോണാറിൽ യൂസ് ചെയ്യുന്നതും ഈ അൾട്രാസോണിക് വേവ്സ് തന്നെയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. If an ultrasonic wave emitted by a transmitter installed on a ship on the surface of water strikes, ഒരു അൾട്രാസോണിക് വേവ് ഒരു ട്രാൻസ്മിറ്റർ എമിറ്റ് ചെയ്യാണ്, ഷിപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്മിറ്റർ വെള്ളത്തിന്റെ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യാണ്. അത് റോക്ക് ബോട്ടത്തിൽ എത്താണ് സീയുടെ ഒരു 0.2 സെക്കൻഡിന് ശേഷം തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് സർഫസിൽ ഷിപ്പ് ഉണ്ട്, ഇവിടെ നിന്ന് അൾട്രാസോണിക് വേവ് എമിറ്റ് ചെയ്യാണ്, അത് ഇവിടെ ഡീപ്പ് റോക്ക് ബോട്ടത്തിൽ എത്തി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതിന് എത്ര സമയം എടുത്തു? 0.2. അപ്പൊ സൗണ്ട് വേവ് വന്ന് തിരിച്ചു പോയ സമയം 0.2 സെക്കൻഡ് ആണ്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് d ആണെങ്കിൽ സൗണ്ട് വേവ് വന്നു തിരിച്ചു പോയ ടൈമാണ് തന്നിട്ടുള്ളത്. അപ്പൊ 2d ഡിസ്റ്റൻസ് ആണ് അല്ലെ? ഡിസ്റ്റൻസ് 2d ആണ്. ഇനി ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ് അൾട്രാസോണിക് വേവിന് സീ വാട്ടറിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത്? 1522 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ എക്കോന്റെ ചെയ്തപ്പോഴും ഇവിടെ ഈ സോണാറിന്റെ കേസിൽ ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനെ വെറും d ആയിട്ട് എടുക്കരുത്. സൗണ്ട് ഒരു സ്ഥലത്തേക്ക് വന്ന് തിരിച്ച് നമ്മുടെ ചെവിയിലേക്ക് എത്തണ ഒരു കാര്യം, അല്ലെങ്കിൽ സോണാറിൽ നിന്ന് വന്ന് തിരിച്ച് അവിടേക്ക് ഷിപ്പിന്റെ അവിടേക്ക് തന്നെ എത്തും. അപ്പൊ ഒരു d അല്ല 2d ആണ് ട്രാവൽ ചെയ്യണം. താഴത്തേക്ക് വന്നു മേലേക്ക് പോയി. അപ്പൊ 2d ആണ് ഡിസ്റ്റൻസ് എന്നുള്ളത് എടുക്കാൻ മറക്കരുത്. മറന്നാൽ നമ്മുടെ ആൻസർ തെറ്റും. ഓക്കെ, അപ്പൊ നമ്മളുടെ നേരത്തെ ഇനിയിപ്പോ 2d ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പോൾ 1522 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 0.2 സെക്കൻഡ് തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 304.4 എന്ന് കിട്ടും. ഇതെന്താണ്? 2d ആണ് അല്ലെ? അപ്പോൾ 2d ഈസ് ഈക്വൽ ടു 304.4 ആണ്. d എന്ന് പറയുന്നത് എന്താണ്? ഈ 304.4 ഡിവൈഡഡ് ബൈ 2 ആണ്. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 152.2 മീറ്റർ എന്ന് കിട്ടും. ഇതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി സീസ്മിക് വേവ്സ് ആൻഡ് സുനാമി എന്ന് പറയും. സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എർത്ത്ക്വേക്കിന്റെ സമയത്ത്, ഭൂമി കുലുക്കത്തിന്റെ സമയത്ത് ഉണ്ടാവുന്ന വേവ് ആണ്. ഈ സീസ്മിക് വേവ് നമ്മൾ ഇൻഫ്രാസോണിക് റേഞ്ചിലാണ് പെടുന്നത് നേരത്തെ കണ്ടല്ലേ. അപ്പൊ സീസ്മിക് വേവ്സ് ആർ ദോസ് വിച്ച് ട്രാവൽ ത്രൂ എർത്ത്സ് ക്രസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത്ക്വേക്ക്, വോൾക്കാനിക് എറപ്ഷൻ, മാസീവ് എക്സ്പ്ലോഷൻ. എന്തെങ്കിലും മാസീവായിട്ടുള്ള എക്സ്പ്ലോഷൻസ്, ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറികൾ, വോൾക്കാനോ പൊട്ടിത്തെറിക്കുമ്പോൾ, അതുപോലെ ഭൂമി കുലുക്കത്തിന്റെ സമയത്തൊക്കെ ഉണ്ടാവുന്ന ഭൂമിയിലൂടെ ട്രാവൽ ചെയ്യുന്ന, ഭൂമിയുടെ ഉൾത്തട്ടിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ്സ് ആണ് സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. സീസ്മോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സീസ്മിക് വേവ്സിനെ പറ്റിയിട്ട് നടത്തുന്ന പഠനശാഖയാണ് സീസ്മോളജി എന്ന് പറയുന്നത്. ഈ എർത്ത്ക്വേക്കിന്റെ ഒക്കെ ഇന്റൻസിറ്റി നിങ്ങൾ ന്യൂസ് ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, റിച്ചർ സ്കെയിലിൽ ഇത്രയും രേഖപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ എർത്ത്ക്വേക്കിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന ഒരാളാണ് എന്ത്? റിച്ചർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി earthquakes that occur at the bottom of oceans or along the coastal areas, തീരപ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ കടലിന്റെ അടിത്തട്ടില്, ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവുന്ന എർത്ത്ക്വേക്കിനെയാണ്, എർത്ത്ക്വേക്കാണ് എന്തിന് കാരണമാവുന്നത്? സുനാമി വേവ്സിന് കാരണമാവുന്നത്. അപ്പൊ സുനാമി വേവ്സിന് കാരണമാവുന്നത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാവുന്ന എർത്ത്ക്വേക്ക് അല്ലെങ്കിൽ
തീരപ്രദേശങ്ങളുടെ വശങ്ങളിലായിട്ട് ആ പ്രദേശങ്ങളിലായിട്ട് ഉണ്ടാവുന്ന എർത്ത് ആണ് സുനാമി വേവ്സിന് കാരണമാവുന്നത്. സുനാമി എന്ന് പറഞ്ഞാൽ എന്താണ്? സീരീസ് ഓഫ് ജൈൻജാൻറ്റിക് ഓഷ്യൻ വേവ്സ് കോസ്ഡ് ബൈ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലാർജ് വോളിയൂംസ് ഓഫ് വാട്ടർ ഇൻ ദ സീ. സുനാമി എന്ന് പറയുന്നത് സീരീസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഭീമാകാരമായിട്ടുള്ള തിരമാലകളാണ്. വളരെ വലിയ തിരമാലകൾ, ഭീമാകാരം എന്ന് വെച്ചാൽ ഭയങ്കര വലിയ തിരമാലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സുനാമി എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താ? ഒത്തിരി വെള്ളം കടലിലത്തെ ലാർജ് വോളിയം ഓഫ് വെള്ളത്തിന് അത് ഡിസ്പ്ലേസ് ചെയ്യാണ്, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുവരാണ്. അത് നമുക്ക് മനുഷ്യർക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് അതിനെ നേരിടാൻ പറ്റുന്നതോ അതുപോലത്തെ അല്ല. നമുക്ക് നമ്മുടെ കൺട്രോളിലല്ലാത്ത രീതിയിൽ അത്രയും വലിപ്പമുള്ള വളരെ അപകടങ്ങൾ ഉണ്ടാക്കുന്ന വലിയ വേവ്സിനെയാണ് നമ്മൾ സുനാമി എന്ന് പറയുന്നത്. സുനാമിക്ക് കാരണമാവുന്നത് ഭൂമിയുടെ അടിത്തട്ടിലോ തീരപ്രദേശങ്ങളിലോ നടക്കുന്ന ഭൂമികുലുക്കമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചാപ്റ്ററിന്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വേറെ സെപ്പറേറ്റ് പറയണമെന്ന് തോന്നണതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കമന്റ് ചെയ്യണം. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞായിരിക്കും. നിങ്ങളുടെ സജഷൻസും എന്തായാലും പറയണം. അപ്പോൾ താങ്ക് യു സോ മച്ച്.